സ്തനങ്ങളുടെ വലുപ്പം എന്നുള്ളത് ഓരോ സ്ത്രീക്കും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ഒതുങ്ങിയ ചെറിയ സ്തനങ്ങളോടായിരിക്കും, മറ്റു ചിലർക്കാകട്ടെ വലിയ സ്തനങ്ങളോടും. ഒരു പക്ഷേ ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങളോട് കൂടെ കൂടുന്ന ഇഷ്ടങ്ങളായിരിക്കാം ഒരുപക്ഷെ. തങ്ങളുടെ ഭാര്യമാർക്ക് വലിയ സ്തനങ്ങൾ ഉണ്ടാവണമെന്ന് ചില ഭർത്താക്കന്മാർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. 4000-ലേറെ വർഷം പഴക്കമുള്ള ഇന്ത്യൻ ചികിത്സാ രീതിയായ ആയുർവേദത്തിൽ തന്നെ സ്തനങ്ങളുടെ വലിപ്പം കൂട്ടാൻ ഉലുവ ഉപയോഗിച്ചു വരുന്നതായി പറയുന്നുണ്ട്. ഉലുവയ്ക്ക് സ്തനങ്ങളുടെ വലിപ്പം കൂട്ടാൻ സഹായിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഇതിൽ ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറവാണെങ്കിലാണ് സ്തനങ്ങൾ വലുതാകാതിരിക്കുക. ഉലുവ പ്രൊലാക്റ്റിനും ലഭ്യമാക്കും. പ്രൊലാക്റ്റിൻ സ്തനങ്ങളുടെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. 2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും, ഉലുവ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ. അത് ചാലിക്കാൻ വേണ്ടുന്ന വെള്ളം, ആവശ്യത്തിന് മയത്തിൽ കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം നന്നായി ചേർത്ത് കുഴച്ച് സ്തനങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക. 15-20 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കുക. അതിനുശേഷം 15 മിനിറ്റ് ഈ സമയം കഴിഞ്ഞതിന് 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പച്ചവെള്ളം കൊണ്ട് കഴുകി കളയുക. ആയുർവേദത്തിൽ പറയുന്ന മറ്റൊന്ന് പെരിഞ്ജീരകമാണ്. സ്തനവർദ്ധനവിന് ഉപയോഗിക്കുന്നത് പെരിഞ്ജീരകമാണ്. ശരീരത്തിൽ ഈസ്ട്രജനെ അധികരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജൻ ഇവ നൽകും. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണല്ലോ പെരിഞ്ജീരകം. ശരീരത്തിൽ ഭക്ഷണത്തിലൂടെയോ ചായയിലൂടെയോ നമുക്കിത് ഉള്ളിലെത്തിക്കാം. അതല്ലാതെ ഇതിൽ ഫൈറ്റോ ന്യൂട്രിയൻസിൻ്റെ അളവ് ഉയർന്ന നിലയിലുണ്ട്. ഇത് നമുക്ക് സ്തനങ്ങളിൽ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് പറയാം. കോഡ് ലിവർ ഓയിൽ അഥവാ മത്സ്യ എണ്ണ ഒരു പാനിൽ വെച്ച് ചൂടാക്കുക. ഇതിൽ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ചുവന്ന നിറമാകുന്നവരെ വഴറ്റുക. അതിനുശേഷം അത് നന്നായി തണുക്കാൻ അനുവദിക്കുക. 30 മിനിറ്റ് ഈ എണ്ണ കോരി സ്തനങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക. 30 മിനിറ്റിന് ശേഷം പച്ചവെള്ളം കൊണ്ട് കഴുകിക്കളയുക. തീർച്ചയായും നിങ്ങൾക്കിതിൽ നിന്ന് ഒരു ഫലം ലഭിക്കുന്നതാണ്. താങ്ക് യു.